ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കേസ് ഡയറി കപ്പിൾസിനെ പറ്റിയാണ്. ഒരുപാട് ആൾക്കാർ കപ്പിൾസ് ലൈഫിനെ പറ്റിയിട്ടും കപ്പിൾ തെറാപ്പിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഭയങ്കരമായി വൈറലായി, അതിനൊക്കെ എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ വളരെ റോങ് ആയിട്ടുള്ള കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഭയങ്കര റോങ് ആയിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കമൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഞാൻ ചെയ്തതൊരു മദർ ഇൻ ലോവുമായിട്ടൊരു സണ്ണിൻ ലോ നടത്തിയ അതായത് മോളുടെ ഭർത്താവ് അമ്മായിമ്മയുമായി ഉണ്ടായ ഒരു ലൈംഗിക പ്രശ്നത്തിന് ചില ആൾക്കാർ പറയുന്നത് അപൂർവങ്ങളിലെ കഥ മാഡം പറഞ്ഞ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള. പറയുന്നവർക്ക് എന്തും പറയാം, ഇത് അപൂർവമായ കഥയൊന്നുമല്ല. എല്ലാവർക്കും പബ്ലിക്കിനൊരു എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോറി ലൈൻസ്, അതായത് ഞാൻ കേസിലെ സിംറ്റംസ് എടുത്ത് പറയുന്നത്. ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇല്ലീഗലായിട്ടുള്ള, നടക്കാൻ പാടില്ലാത്ത രീതിയിൽ സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ നടന്നതായിട്ടുള്ള ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭയങ്കര വൈറലായി ഒരുപാട് കമൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് പേര് കോൾ ചെയ്തിരുന്നു. പല ആൾക്കാരും പല കൗൺസിലിംഗ് ഒക്കെ പോലെ ഇങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് അറിയപ്പെടുന്ന ബിസിനസ്സുകാർ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്ന അങ്ങനത്തെ കുറേ പേര് വിളിച്ചിരുന്നു. പിന്നെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന്, പള്ളി കമ്മിറ്റിയിൽ നിന്നൊക്കെ ചില ആൾക്കാർ വിളിച്ചിട്ട് മാഡം ഇങ്ങനെ ഒരു ഇത് ചെയ്തു, അത് ഉള്ളതാണോ, ഉള്ള കഥയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ വീഡിയോ ചെയ്ത എല്ലാ കഥകളും പേഷ്യൻസിൻ്റെ ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്തുകൊണ്ട്, പക്ഷേ സിംറ്റംസ് എടുത്ത് പിന്നെ ഐഡൻറ്റിറ്റി ഒക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. എൻ്റെ വീഡിയോൻ്റെ മുന്നിൽ അങ്ങനെ ഡിസ്ക്ലെയിമറും കൊടുത്തിട്ടുണ്ട്. അത് അധികം ആൾക്കാർ വായിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ ശേഷം പിന്നെ ഇവർ പറഞ്ഞു, നിങ്ങളുടെ ആ വീഡിയോ റീച്ച് ആയതിന് ശേഷം ഞങ്ങൾക്ക് 8 or 10 കോളുകളാണ് പള്ളിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതേപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇത് കേട്ടിട്ട് പറയാൻ മടിച്ച പെൺകുട്ടികൾ വായ തുറന്ന് പറയാൻ തുടങ്ങി, എനിക്ക് എൻ്റെ ഉപ്പയിൽ നിന്ന് ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എൻ്റെ അമ്മോശങ്കാക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ വിളിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ കാര്യം ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. കപ്പിൾ ഇഷ്യൂസിൽ ടോപ്പിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് കപ്പിൾ കേസസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കേസ് ഡയറിയിലേക്ക് കടക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഒരു കപ്പിൾസാണ്. ഒരു ചെറിയ മോളുണ്ട്. അപ്പോൾ ഇവർ കൗൺസിലിംഗ് സെഷൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, ഇവർ 2 പേരും ഇപ്പം വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവൻ ആദ്യം ഗൾഫിലായിരുന്നു, അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഏതോ ഒരു സിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വീട്ടുകാരൊക്കെ അവൻ്റെ കൂടെ അവിടെയാണ്. പക്ഷേ ഭാര്യയും കുട്ടി ഇവിടെ നാട്ടിലാണ്, അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ കുറേ ഇഷ്യൂസ്. അപ്പോൾ ആദ്യം തന്നെ ഹസ്ബൻഡിനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വെറും ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അവൾ എന്ത് കണ്ടാലും അവൾക്ക് പ്രശ്നമാണ്, ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് പ്രശ്നമാണ്, നിങ്ങൾ പോരാ, അങ്ങനത്തെയൊക്കെ പല കംപ്ലൈൻറ്റുകളാണ്. അവൾക്ക് മാഡം ഒന്ന് നല്ലോണം കൗൺസിലിംഗ് കൊടുക്കണം, അവളൊന്ന് ശരിയാക്കി എടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വേണ്ടത്, കുറച്ചൊക്കെ ഒരു അടക്കം ഒതുക്കമൊക്കെ വേണ്ടേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, വെറും ഒച്ചയിടുക, ഭയങ്കര സൗണ്ട് ഇടുക, ഒരു മൂപ്പളമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിലൊക്കെ മൂപ്പ് എളിമ എന്ന് പറഞ്ഞ ഒരു മൂത്തവരെ ഒന്നും ബഹുമാനിക്കാണ്ട് പരിസരബോധമൊന്നും ഇല്ലാണ്ട് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ സാധനം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, പരിസരം നോക്കില്ല, എൻ്റെ മദറിനെ പറ്റില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും ഇവർക്ക് പറ്റില്ല, എല്ലാവരോടും ഭയങ്കര പ്രശ്നമാണ്, എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കാനായിട്ട് നിൽക്കും എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെയാണ് ഹസ്ബൻഡ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. വൈഫിൻ്റെ സെഷനിൽ ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് ആദ്യം തന്നെ വൈഫിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കിങ്ങനെ ഓരോ പേഷ്യൻസിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഓരോ കേസ് ഡയറികൾ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേസ് ഡയറീസ് പറയുമ്പോൾ തന്നെ ഓരോ പേഷ്യൻസിൻ്റെ മുഖങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വരും, സിമിലറായ ഇഷ്യൂസ് ഉണ്ടായിട്ട് മാറിപ്പോയവരുടെയൊക്കെ. അപ്പോൾ ഇവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ കേസ് ഡയറിയിലെ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് ഇഷ്യൂ ചോദിച്ചപ്പോൾ അവൾക്ക് ആദ്യം കൗൺസിലിങ്ങിനോടൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ, എന്നോട് കുറച്ചൊരു ജാട പോലത്തെയൊക്കെ സാധനമായിരുന്നു. പക്ഷേ ആൾ പാവാണെന്ന് പിന്നീടുള്ള സെഷനുകളിലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്, ഈസിലി ജഡ്ജ് ചെയ്യും. നമ്മളിപ്പോൾ ആദ്യത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മഞ്ഞ കണ്ണട വെച്ച പോലെ പിന്നെ എല്ലാം കാണുന്നൊക്കെ മഞ്ഞയായിരിക്കും, നല്ലതും ചീത്തയും ഒക്കെ ചീത്തയായിട്ട് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഒരു രീതിയിലേക്ക് ആയി മാറിക്കഴിഞ്ഞൊരു കുട്ടി. അപ്പം എന്ത് പറയുമ്പോഴും മറ്റുള്ളവരുടെ മേലെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി അവരാണ്, ഞാനല്ല എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. പിന്നെ അവളുടെ സംസാരം എന്ന് പറയുന്നത് ഒരു മയമില്ല,
എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റായ കൗൺസിലറായ എൻ്റെ അടുത്താണെന്നും കൂടി ഒരു ഡോക്ടറാണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെന്നുള്ളൊരു ഇതൊന്നുമില്ല. അവൾ എന്തും പറയും, മുഖത്ത് നോക്കി ഇങ്ങോട്ട് പറയാനുള്ള നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിലേക്ക് പറയുക. ഒരു മയത്തിൽ സംസാരിക്കാനൊന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത്, കല്യാണം കഴിയുമ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കുറേ സ്വപ്നമൊക്കെ കണ്ടിട്ട് കല്യാണം കഴിച്ചതാണ്. എൻ്റെ ഉപ്പയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ഞാൻ എന്ത് വെച്ച് ഉപ്പേനെ പറയാൻ, എൻ്റെ ഉപ്പ എന്നോട് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, മോളെ അവിടെ ഒരു ഉമ്മയുണ്ടാവും, നീ ആ ഉമ്മേനെ സ്വന്തം ഉമ്മേനെ പോലെ തന്നെ കാണണം. നിൻ്റെ ഉമ്മ നിന്നെ ഇവിടെ ചീത്ത അറിയാറില്ലേ, അതേപോലെ അവിടുത്തെ ഉമ്മയും നിന്നെ ചീത്ത അറിയും. ഓരൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതാണ്. നിൻ്റെ എത്താത്തമാരൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കുന്ന കണ്ടില്ലേ, അതേപോലെ നല്ല കുട്ടിയായിട്ട് നല്ലപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കണം. എന്നാൽ പക്ഷെ അവിടെ നിനക്ക് തീരെ താങ്ങാൻ പറ്റില്ലാത്ത എന്തെങ്കിലും സാധനം നിനക്ക് അവിടെ ഉണ്ടെങ്കിൽ ഉപ്പാനെ നീ അറിയിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഉപ്പ പറഞ്ഞ നല്ലൊരു കാര്യമല്ലേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ ഒരു ഫാദർ കല്യാണത്തിന് അന്ന് പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നേരം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പാൻ്റെ ഒക്കെ ഒരു ലെവലൊന്നും ആലോചിച്ച് നല്ല ഉപ്പയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഉപ്പ പറഞ്ഞതിൽ എന്താ? അപ്പോൾ അവൾ പറഞ്ഞു, ഉപ്പ പറഞ്ഞ കാര്യം ശരി, എൻ്റെ സിസ്റ്റേഴ്സിനൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ എത്താത്തേക്കൊക്കെ അമ്മായിമ്മപ്പോര് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്തേനെ. ഇത് അവിടെ അമ്മായിമ്മപ്പോരാണെന്നുള്ളത് അറിയാൻ തന്നെ എനിക്ക് കുറേ വർഷങ്ങളെടുത്തു. എന്നോട് ഇങ്ങനെ ഈ ചെയ്യുന്നതൊക്കെ ഇതിനാണ് അമ്മായിമ്മപ്പോര്. ഞാൻ ഈ സിനിമയിലൊക്കെ ഈ അമ്മായിമ്മപ്പോര് എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനാണ് അമ്മായിമ്മപ്പോര് എന്ന് പറയാൻ എനിക്ക് തിരിച്ചറിവ് പോലും ഉണ്ടായിട്ടില്ല മാഡം. പിന്നെ ഉപ്പ പറഞ്ഞൊരു വേർഡ്, നിനക്ക് തീരെ താങ്ങാനാവില്ലാത്തൊരു ഘട്ടം വന്നാൽ നീ അറിയിക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതാണോ ആ ഘട്ടം, അതോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണോ വേണ്ടത്, ഞാൻ വീട്ടിൽ പറയേണ്ട സമയമായോ എന്ന് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു. അപ്പം ഞാൻ ഇത്രയും കാലം അത് പറയാണ്ട് അങ്ങനെ നിന്ന്. ഇപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറയാം, നീ എന്തിനാ ഇത്രയും കാലം സഹിച്ചേ എന്നുള്ള രീതിയിലേക്ക് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ചു. ഓക്കെ, അമ്മായിമ്മേനെ പറ്റി പറയാം, അമ്മായിമ്മ എന്തൊക്കെയാണ് ചോദിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയ സമയത്ത് തന്നെ വീട്ടിൽ പിന്നെ ഇവരുടെ ഏതോ ഒരു കസിൻ്റെ മോളോ പെങ്ങളോ ആരോ ഒന്ന് കയറി വന്ന സമയത്ത് മരുമോൾ ഇരിക്കുന്നുണ്ട്, ഈ ക്ലൈൻറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയമ്മ ഈ ക്ലൈൻറ്റിനോട്, ഈ കയറി വന്ന ലേഡി ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളെ മരുമോൾ എന്നുള്ള പോലെ ഒരു ടോണിൽ ഇങ്ങനെ ഒരു ആക്കിയും കൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ കയറി വന്നപ്പോൾ ഒരു ഫേസൊക്കെ ഇങ്ങനെ ഒരു ബ്ലണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ട് വളരെ സീരിയസ് ആയി പറയുന്ന പോലെ ഈ അമ്മായിയമ്മ പറഞ്ഞു, ആ തീരെ ഉഷാറില്ല, പണിയൊന്നും അറിയില്ല, ഒരു പണിയും പഠിപ്പിച്ച് വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളിത് കേട്ട സമയത്ത് ഇതെന്താ പറയണ്ടേ ഏതാ പറയണ്ടെന്നുള്ളൊരു ഇതിലിങ്ങനെ നിന്നു. ഇതേപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കയറി വന്ന സമയത്തിൽ തന്നെ അവരാകെ 2-3 ദിവസം കൂടുമ്പോഴേ അവിടെ അടിച്ചുവാരി തുടയ്ക്കലൊക്കെ ഉള്ളൂ. പക്ഷേ ഇവള് കയറി വന്നതിന് ശേഷം അവർ എല്ലാ ദിവസവും അടിച്ചുവാരി തുടക്കണം എന്ന് പറഞ്ഞു. ഇവള് അത് ചെയ്ത് എല്ലാ ദിവസവും അടിച്ചുവാരി തുടച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ വൈകുന്നേരം അടിച്ചുവാരി തുടക്കണം, കുട്ടികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ കാട്ടാക്കി ഇടുന്നുണ്ട്, അതിനെ കൊണ്ടിട്ട് പിന്നെ രാവിലെ വൈകുന്നേരം അടിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് രാവിലെ വൈകുന്നേരം അടിച്ചു വാരി തുടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവക്ക് പിന്നെ വേറൊരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമൊക്കെ വന്നപ്പോൾ ഇവക്കിത് കുറച്ച് ഓവറാണോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മേശമ്മൽ ഇങ്ങനെ ഒരു ദിവസം വിളമ്പാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവരെ അമ്മായിയോ ആരോ ഒരാൾ അവിടെ നിൽക്കാൻ വന്ന സമയത്ത് ഈ അമ്മായിയമ്മ ആ മറ്റേ ലേഡീനോട് പറയാന്ന്, ഞാൻ ഓളെ കൊണ്ട് കെട്ടിക്കാൻ വെച്ചതായിരുന്നു എൻ്റെ മോനെ, പക്ഷേ എന്ത് ചെയ്യാനാ അപ്പം ഇങ്ങനെ ഇവളെയാണല്ലോ കെട്ടിയത് എന്നൊക്കെയുള്ള രീതിയിലേക്ക് എന്തോ അതായത് ഇവക്ക് മനസ്സിലാവണില്ല, എൻ്റെ ഈ ക്ലൈൻറ്റിന് മനസ്സിലാവണില്ല ഇത് ഇവക്കിട്ട് പറയുകയാണോ. ചില ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ പറയില്ലേ തമാശ പറഞ്ഞാന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിന്നെ ആക്കിയതാടോ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, നമുക്ക് സുഹൃത്തുക്കൾ നമ്മൾ പറയില്ല. അതുപോലെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ചിലപ്പോൾ തമാശ പറയാനോ കാര്യം പറയാനോ നമ്മളൊക്കെ ഇട്ട് എറിഞ്ഞു പറഞ്ഞാണോ ആക്കി പറഞ്ഞാണോ ഒന്നും മനസ്സിലാവില്ല. ചില ആൾക്കാർ ഭയങ്കര സ്കിൽഡും ആയിരിക്കും, ഒരു പറയുന്നത് കേട്ടാൽ ഇത് തമാശയാണോ ആക്കിയതാണോ എന്ന് നല്ല ബുദ്ധിയുള്ള ആൾക്കാർക്കായപ്പോലും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. നമ്മൾ അസേർട്ടീവ്നെസ് പഠിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ അവളോട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറെ കുറച്ച് ക്ലൈൻറ്റുകളുടെ എക്സാമ്പിൾസൊക്കെ പോലെ ഞാൻ ഉദാഹരണങ്ങൾ ഇങ്ങനെ എക്സാമ്പിൾസുകളായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നേരെ പോകുന്നുള്ള ആറ്റിറ്റ്യൂഡ് വിട്ട് കുറച്ച് തമാശ രീതിയിൽ നിനക്കും ചെറുങ്ങനെ ഓരോന്ന് പറഞ്ഞുകൂടായിരുന്നോ,
അതായത് ആ ഉമ്മ എന്നാൽ പിന്നെ ഓരെ കെട്ടിക്കുന്നതിന് നല്ലത് ഉമ്മ എന്നൊക്കെയുള്ള പോലെ ചിരിച്ച് കളിച്ചങ്ങാട്ട് ആ ഒരു സന്ദർഭത്തിന് തമാശ പോലെ ആക്കിയെടുക്കാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തുകൂടായിരുന്നോ? ഇതൊക്കെ പറയുന്ന എല്ലാ സാധനങ്ങളും കേട്ട്, അല്ലെങ്കിൽ ഈ അടിച്ചു വാരാൻ പറയുന്ന സമയത്ത് ഉമ്മ ഇന്നും അടിച്ചു വാരണോ, ഇന്നും ഇതാക്കണോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരു ബോസിനോട് ചോദിക്കുന്ന പോലെ നീ എന്തിനാ പോയി ചോദിച്ചത്? നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പാടും. ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഞാൻ ഇവിടെ പോയിക്കോട്ടെ. നമ്മൾ നമ്മുടെ കാര്യം പറയാം. അതായത് ഉമ്മ ചിലപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു വാരൂല കേട്ടോ, എനിക്ക് കുറച്ച് പണിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ പോകും കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുക, അങ്ങനെ ഞാൻ ചെയ്യുക. അല്ലാതെ ഞാൻ നാളെ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ചോദ്യം ഈ മദർ ഇല്ലോനോടോ ഫാദർ, നമ്മളൊരു ബന്ധത്തിൽ നമ്മളെ ഉമ്മാരെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ ഞാൻ നാളെ പോയാലോ, അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കാമെന്നല്ലാതെ ഈ സമ്മതം ചോദിക്കുന്ന പോലത്തെ ഒരു സാധനം അത് നമ്മൾ ശരിക്കും പാടില്ലാത്തൊരു സാധനമാണ്. അത് ഹസ്ബൻഡിനോടായാലും ശരി, വൈഫിനോടായാലും ശരി, ഭർത്താവ് ഭാര്യനോട്, ഭാര്യ ഭർത്താവിനോട് അങ്ങനെ പെർമിഷൻ ഗ്രാൻഡഡ് എന്നുള്ള പോലെ പേടിച്ച് പോയി ചോദിച്ച സമയം നമ്മളെ കാര്യം പറയാൻ പോകേണ്ട ആവശ്യമുണ്ട്, ഇതുണ്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി ചെയ്യല്ലേ വേണ്ടേ? ഇത്തരം കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരാൾ എൻ്റെ വേറൊരു ക്ലയൻറ്റിൽ ഒരു കുട്ടിയില്ലാത്തൊരു സ്ത്രീ, ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിൽ വേറൊരു ലേഡിയുടെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തേങ്ങ വലിക്കുന്ന ഒരു മനുഷ്യൻ്റെ, അപ്പോൾ അയാൾ ഈ എല്ലാവരുടെ വീട്ടിലും ഈ തേങ്ങ വലിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങ അയാൾ കൊണ്ടുപോകും അത്ര. അപ്പോൾ അയാളോട് ആരും ചോദിക്കാൻ പോകില്ല, കട്ടുകൊണ്ടുപോകുന്ന പോലെ നമ്മളൊരാളോട് എടുക്കുമ്പോൾ സമ്മതം ചോദിച്ചു പോകണ്ട. അപ്പോൾ ഇയാളിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുട്ടീനെ കളിപ്പിക്കുന്നു. ഇവൾക്ക് കുട്ടികളില്ലല്ലോ, അപ്പോൾ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കളിപ്പിക്കുമ്പോൾ അയാൾ പോകുന്ന വഴിക്ക് ഇവളോട് പറഞ്ഞു പോലും, സൂക്ഷിച്ചോളൂ, തെങ്ങില്ലാത്തവരൊക്കെ അപ്പുറത്തെ വീട്ടിലെ തേങ്ങ കണ്ടാൽ ചിലപ്പോൾ കൊണ്ടുപോയിക്കളയും. അപ്പം നമ്മളെ നാട്ടിലൊരു വെപ്പുണ്ട്, ഈ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് നമ്മളെ കുട്ടികളെ കളിപ്പിക്കാൻ കൊടുത്ത് നമ്മളെ കുട്ടിക്ക് എന്തോ അനർത്ഥം വരും എന്ന് പറഞ്ഞൊരു മിത്തുണ്ട്. ഒരു പ്യോർലി അന്ധവിശ്വാസമാണ് കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് ഇട്ടിട്ട് ഒരു പണി, ഒരു ഏറ് കൊടുത്തത്, അങ്ങനെ ഒരു പറഞ്ഞത്. അപ്പോൾ ആ ലേഡിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി, പിന്നെ ആ കുട്ടീനെ കളിപ്പിക്കാൻ പോവാണ്ടൊക്കെ ആയി, അങ്ങനത്തെ ഒക്കെ കാര്യം. അപ്പോൾ ആ കേസിൽ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താ വെച്ചാൽ, എന്തെങ്കിലും നമുക്ക് അങ്ങനെ തിരിച്ച് പറയണ്ട. അതായത് തേങ്ങാക്കാരൻ ചതിച്ചാലും തെങ്ങ് ചതിക്കൂല എന്നോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് മറുപടി അങ്ങോട്ട് കൊടുത്തുകൂടായിരുന്നോ? ഇതിനല്ല അസേർട്ടീവ്നെസ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അസേർട്ടീവ്നെസ് സ്കില്ലൊക്കെ പഠിപ്പിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തു, ഈ അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു സ്കില്ലാണ്. പറയേണ്ടടുത്ത് യെസ് പറയാം, നോ പറയാം, നല്ലപോലെ നൈസായിട്ട് കാര്യം പറയാം, സ്കൂട്ടാവുക, എസ്കേപ്പ് ആവുക. നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴത്തിന് ബ്ലേഡ് വെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, പഴം 2 കഷ്ണമായി താഴെ വീണാലേ ബ്ലേഡ് വെച്ച് വിവരം, നൈസായിട്ട് ബ്ലേഡ് വെച്ച് വിവരം പഴം പോലും അറിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഓരോ സാധനങ്ങൾ പറയുക. അപ്പോൾ ഇത് നെഗറ്റീവായിട്ടും എടുക്കുക. അസർട്ടീവ് സ്കില്ലുള്ള വളരെ ആൾക്കാർ, ചില ഭയങ്കര സ്കിൽഡായ ആൾക്കാർ നെഗറ്റീവ് രീതിയിലേക്ക്, ഇപ്പം മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെടുക്കാം, നമുക്ക് അതിനെ ദുരുപയോഗവും ചെയ്യാം, നെഗറ്റീവായിട്ടും എടുക്കാം അല്ലേ? അതേപോലെ ഏതൊരു വസ്തുവിനും ഏതൊരു സ്കില്ലിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് അതിനെ എടുക്കാം. അപ്പോൾ അസർട്ടീവ്നെസ് സ്കില്ല് നെഗറ്റീവായി യൂസ് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നൊക്കെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ഉപമ വെച്ചിട്ടോ ഇൻഡയറക്റ്റ്ലിയോ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യത്തിന് നമ്മൾ ആ ഒരു സിറ്റുവേഷന് സമാധാനത്തിൽ കൊണ്ടുവരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തമാശ രൂപത്തിൽ കാര്യങ്ങൾ തമാശ രൂപത്തിൽ കൊള്ളാത്ത, അവർക്ക് വിഷമാവാത്ത രീതിയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട് എന്നുള്ള സാധനം പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി. അപ്പോൾ ഈ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു, അമ്മായിയമ്മ നിൻ്റെ മുന്നിൽ നിന്ന് ഇവനെ ഞാൻ മറ്റവർക്ക് കുടുംബത്തിൽ ഏതോ ഒരാളെ കെട്ടിക്കാതിരുന്നായിരുന്നു അത്ര, എന്നിട്ട് അതിന് ശേഷമാണ് ഇവളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ കാര്യം ഇവളുടെ മുന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ ഇവളെ മുന്നിൽ നിന്ന് പറയാൻ പാടില്ല. ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു അമ്മായിയമ്മ അങ്ങനത്തെ സാധനങ്ങൾ പറയില്ല. എന്താ വെച്ചാൽ ഒരു മരുമോക്ക് അത് വിഷമാവും, അവളെന്തോ കുത്തി പറയാമെന്ന് അവരിനി വെറുതെ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ധരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നിനക്കിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത് എനിക്ക് അങ്ങനെ പറയാനറിയില്ല, ഞാൻ എന്തുണ്ടെങ്കിലും പറയും. പിന്നെ അതായത് സ്റ്റാർട്ടിങ്ങിലേ ഇവരിങ്ങനത്തെ ഓരോ സാധനങ്ങൾ ചെയ്ത് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് ഇവളെ ഉപ്പം അങ്ങനെ എല്ലാ സാധനവും സഹിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തതിനെ കൊണ്ട് ഇവൾ സ്വന്തം ഉമ്മനെ പോലെ കണ്ടിട്ട് ചീത്ത പറഞ്ഞാലോ സ്വന്തം ഉമ്മ പറഞ്ഞ പോലെയല്ലേ, ഇവക്ക് എവിടെയാണ് ഇത് നോ പറയേണ്ടതെന്ന് ഇവക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കൂടി പണിയെടുപ്പിക്കൽ കൂടി, പ്രശ്നങ്ങൾ കൂടി, പറയുന്നത് കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവളുടെ ഉപ്പേനെ ഇവളുടെ അമ്മായിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങളുടെ മോള് എൻ്റെ മോൻ്റെ കൂടെ ഇങ്ങനെ ഒരു വളരെ റോങ് ആയിട്ട് പറഞ്ഞു, ഈ ഒരു ഇതിനൊന്നും സമ്മതിക്കുന്നില്ല, ദാമ്പത്യ ജീവിതത്തിനൊന്നും റൂമിൽ കയറി കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് വളരെ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞ് എൻ്റെ മോൻ്റെ കൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ആ ഒരു സംഗതി വന്നതിന് ശേഷം ഇവർക്ക് ആകെ ഭയങ്കര എന്താ വെച്ചാൽ ഒരു അമ്മായിയമ്മ ഇവിടെ ആണുങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെയും വേണ്ടിയിട്ടല്ലേ, പെണ്ണുങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല, അവളുടെ ഉപ്പേനെ വിളിച്ചിങ്ങാട്ട് ഈ സാധനം പറഞ്ഞപ്പോൾ അവളുടെ ഉപ്പയ്ക്ക് ഈ സ്ത്രീ ശരിയില്ലല്ലോ, നിൻ്റെ അമ്മായിയമ്മ എന്താ ഇങ്ങനെ ഇത്ര കാലമായി ഇങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവള് പിന്നെ ഇവിടുത്തെ മൊത്തം നടന്ന കഥകൾ അവിടെ പറയുന്നത്. അപ്പം പിന്നെ ഈ ഉപ്പയും ഉമ്മയും എല്ലാവരും ചോദിച്ചു, നീ എന്തിനാ ഇത്രയും കാലം ഇതൊന്നും നമ്മളോട് പറയാണ്ട് സഹിച്ചിട്ട് അവിടെ അങ്ങനെ നിന്നത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ ചർച്ചയായി, സംസാരമായി, കുറേ കാര്യങ്ങൾ നടന്നേ പിന്നെ ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡ് ഗൾഫിലായ സമയത്ത് തന്നെ ഇവൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ഇയാൾ വിളിക്കൂല, വീഡിയോ കോൾ ചെയ്യൂല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുമ്പോലും എനിക്കങ്ങനെ കുട്ടികളെ കാണുന്നതും, കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയാലല്ലേ കുട്ടീനെ എല്ലാവരും കാണും, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വീഡിയോ കോളൊന്നും ചെയ്യും. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന്, ഈ കുട്ടീനെ വീഡിയോ കോൾ ചെയ്യൂല, കുട്ടീനെ ഇതുവരെ കണ്ടിട്ട് പോലും. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സെഷനിൽ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങളെന്താ കുട്ടീനെ വീഡിയോ കോളും ചെയ്യാൻ? ഞാനപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യല്, പിന്നെ കുട്ടികളാരാ വീഡിയോ കോൾ ചെയ്യുക, ഒരു വയസ്സൊക്കെ ആയാലും കുട്ടി നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുള്ളൂ, അപ്പോഴല്ലേ നമ്മൾ ഇതാക്കുക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളെ വീട്ടിലെ നിങ്ങൾ കണ്ട കാഴ്ച നിങ്ങളെ വീട്ടിലെല്ലാവരും വിളിക്കും, വീഡിയോ കോളൊക്കെ ചെയ്യും, ഒരു വയസ്സായ കുട്ടീന്നൊന്നുമില്ല, ഒരു മാസം 2 മാസം കഴിയാലും കുട്ടികൾ കളിക്കണതൊക്കെ കാണാനും ചിരിക്കണ കാണാനും കുട്ടികൾ എന്തെങ്കിലും പറയുന്നത് കാണാനും ബാബിൾ ചെയ്യുന്നത് കാണാനും സൗണ്ട് കേൾക്കാനും കുട്ടികൾ ഉറങ്ങുന്ന കാണാൻ വരെ ആൾക്കാർ വിളിക്കുക. നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട്. അപ്പോൾ ഇയാളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ലോങ് റിലേഷൻഷിപ്പ് അറിയില്ല എന്നാണ് ഇയാൾ പറയുക. അപ്പം ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു പ്രയോറിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. എത്രയോ പേരുണ്ട്, എൻ്റെ അടുത്ത് ഒരു ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഏജ്ഡായ ഒരു ലേഡി, ഒരു 50 വയസ്സൊക്കെ ആയ ലേഡി. അപ്പോൾ ഇവരുടെ മകൻ ഗൾഫിലേക്ക് ജോലി തേടി പോയതിൻ്റെ ശേഷം അവിടെയുള്ള കുട്ടികളും അയാളുടെ ഭാര്യയും കുട്ടികളും ഈ ഉമ്മയും പറഞ്ഞെന്താ വെച്ചാൽ ഓനിപ്പോൾ ഗൾഫ് പോയവരാണ് നമ്മളായിട്ട് കൂടുതൽ കമ്പനി ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് അങ്ങനെ ആയത്? എന്താ വെച്ചാൽ ഓൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്യും, നമ്മളൊക്കെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അതാക്കുമ്പോൾ ഒക്കെ ഓൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് നമ്മളതങ്ങനെ റാക്കുമ്പോൾ ഇങ്ങനെ ഓണാക്കി വെക്കും, എന്നിട്ട് ഓൻ ഇങ്ങനെ കഥ പറയും. നമ്മളിപ്പോൾ ഓനായിട്ട് ഫിസിക്കലി ഡിസ്റ്റൻസ് വന്നെങ്കിലും മെൻ്റലി ഭയങ്കര ഓൻ എപ്പോഴും വിളിക്കും എല്ലാ കഥയും. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കിട്ടൂല ഓനെ, അപ്പോൾ അത്രയും കമ്പനി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതേപോലെ ഒരുപാട് കപ്പിൾസ് ഒരുപാട് ക്ലൈൻറ്റ്സ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരിതുണ്ടല്ലോ, ചില ആൾക്കാർ ലോങ് റിലേഷൻഷിപ്പ് പറ്റൂല എന്നൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ലോങ് റിലേഷൻഷിപ്പ് നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയാണ്. നമുക്ക് പറ്റൂല, നമ്മളെല്ലാം നമ്മളെ മൈൻഡ് സെറ്റാണ്, നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. ഓക്കെ, അതങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റുക. നമ്മൾ ഫാമിലിയിൽ ആരും അങ്ങനെ ചെയ്യലില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി യൂസ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിൽ ആരും ചെയ്യാത്ത സാധനം നിങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് അത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? മാറ്റങ്ങൾ വരുത്തണ്ടേ, ആരെങ്കിലുമൊക്കെ ഈ ചങ്ങല പൊട്ടിക്കണ്ടേന്ന് വെച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്ത് കുറച്ച് ഓരോ സാധനങ്ങളെയും അയാളുടെ പല കോഗ്നിറ്റീവ് എറേഴ്സും അയാൾ മനസ്സിൽ വിചാരിച്ചു വെച്ച പല കോഗ്നിറ്റീവ് എറേഴ്സും ഇങ്ങനെ ശരിയാക്കി റെഡിയാക്കി റീസ്ട്രക്ചർ ചെയ്തെന്ന് നമ്മൾ പറയാം. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് ഈ ടെക്നിക്കിൻ്റെ പേര്. സൈക്കോതെറാപ്പിയിലൊരു ടെക്നിക്കാണ് CBTയിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇയാൾക്ക് ഇങ്ങനത്തെ 2-3 എറേഴ്സുകളുണ്ട്, ഇങ്ങനെ മൈൻഡ് സെറ്റുകളുണ്ട്. അതായത് ലോങ് റിലേഷൻഷിപ്പ് പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, അത് ഇങ്ങനെ ചെയ്യില്ല, ഭാര്യമാരോട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പാടുമോ, അങ്ങനെയല്ല, അങ്ങനെ പറയരുത്, ഇങ്ങനത്തെയൊക്കെ. ഇതൊക്കെ അയാൾ പഠിച്ചു വെച്ചതാണ് അയാളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടത്. ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 5-8 സെഷൻ കഴിഞ്ഞേരാണ് ഇയാൾ ഞാൻ പറയുന്നതിലൊന്ന് ഒതുങ്ങിയത്. മറ്റേത് ഇന്നെങ്ങനെ ബാധിച്ച് ജയിക്കാനായിട്ട് നോക്കുമായിരുന്നു. ഇവളാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് മൊത്തത്തിൽ ഇവൾ പിന്നെ മൊത്തം റിബൽ മോഡിലേക്ക് മാറി. അതായത് എന്നെ അങ്ങനെ ചെയ്തില്ല, ഇവരൊക്കെ അറിഞ്ഞ് ഫാമിലിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിഞ്ഞ് പ്രശ്നമൊക്കെ ആയതിന് ശേഷം ഭയങ്കര ഇഷ്യൂസൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൗൺസിലിങ്ങിന് വരുന്നത്. ഇതിൽ വല്ല ഭാവി ഇനി ഉണ്ടോ, ഇനി റെഡിയായി പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും തിരിച്ച് അങ്ങോട്ടേക്ക് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട്. ഈ ഒരു കേസിൽ ഒരുപാട് സമയം എടുത്തിട്ട് ഒരു
12ഓളം സെഷനൊക്കെ എടുത്തത്. അതായത് ആഴ്ചക്ക് ഒരു സെഷൻ ഇത്. ആദ്യത്തെ ആഴ്ച ഹസ്ബൻഡിനാണെങ്കിൽ അടുത്ത ആഴ്ച വൈഫിന്, അതിൻ്റെ അടുത്ത ആഴ്ച ഹസ്ബൻഡിനാണെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച വൈഫ്. ഞാൻ വൈഫിനോട് പറഞ്ഞു ഈ പ്രശ്നങ്ങളൊന്നും തീർക്കാണ്ട് നീ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു 5-6 മാസമൊക്കെ എടുത്തിട്ടുണ്ടാവും മൊത്തത്തിൽ. അത്രയും സെഷൻസൊക്കെ ചെയ്ത് ശരിയായി കഴിഞ്ഞതിന് ശേഷമാണ് അവളെ അങ്ങോട്ടേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിട്ടതും. അവൾ അസേർട്ടീവ്നെസ് സ്കിൽ ട്രെയിനിങ് നല്ലോണം പഠിപ്പിച്ചു. എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറയണേ. അസേർട്ടീവ്നെസ് നമുക്ക് വേണ്ട മയത്തിൽ കാര്യം പറയാനും യെസ് നോവും പറയാനൊക്കെ ഒരു കഴിവ് വേണം. അല്ലാതെ നേരെ ഞാൻ നേരെ സ്ട്രൈറ്റ് ഫോർവേഡാ മാഡം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ ക്ലാസ്സും ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം അവളെ ഫിറ്റാക്കിയതിന് ശേഷം അവളെ ഈ ദേഷ്യവും വാശിയും എടുത്തുചാട്ടമൊക്കെ കുറഞ്ഞു. അവളോട് ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ടോ ഇമ്പൾസീവായിട്ടോ ചൂടായിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ മയത്തിൽ കാര്യം പറയാൻ തന്നെ നമുക്ക് പറ്റണം. പിന്നെ നമ്മൾ ആരെങ്കിലും വെറുതെ പോകുമ്പോൾ തോണ്ടാന്ന് പറഞ്ഞ പോലെ വെറുതെ വൈക്കിൽ കൂടെ പോകുമ്പോൾ ചില അമ്മായിമാർ ചില ആൾക്കാരൊക്കെ ഉണ്ട് വെറുതെയെങ്കിലും ഓക്കെ എന്തോ ആവാലോ എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആക്കുന്ന പോലത്തെ നമുക്ക് മനസ്സിലാവും ഒരു സർക്കാസ്റ്റിക് ഒരു ടോക്സിക് പോലത്തെ സാധനം. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അവർക്ക് അതൊരു ഹരമാണ്, ഒരു ആൻറ്റി സോഷ്യൽ പോലത്തെ ഒരു ട്രെയിറ്റ് അത്. മറ്റുള്ളവരെ അങ്ങനെ ആക്കി പറഞ്ഞങ്ങാട്ട് ഒരു ഉള്ളിക്കൂടെ ഒരു സൂഹിക്കുന്ന ഒരു സാധനം. കുടുംബത്തിൽ പലരും അങ്ങനെ ഉണ്ടായി. ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പലരുടെ മുഖങ്ങളും കുടുംബത്തിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഓർമ്മ വരാം അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ മിണ്ടാണ്ട് പാവമായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നിന്നെ ഞാൻ ഭയങ്കര വികരിയാക്കാൻ പറയില്ല, നമ്മൾ നമ്മളെ കാര്യം നോക്കണ്ടേ, സെൽഫിൻ്റെ ഇമ്പോർട്ടൻസ് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണ്ടേ. നിന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും രാവിലെ രാത്രി പണിയെടുക്കണം അതാക്കണം എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ വെച്ചാൽ ഈ കുട്ടീൻ്റെ ഉപ്പ പറഞ്ഞു കൊടുത്തൊരു കാര്യം ഓള് പറഞ്ഞല്ല, എൻ്റെ എത്താത്തൊക്കെ ഇങ്ങനെ അനുഭവം അമ്മായിമ്മ പോരുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞു തന്നേനെ, അമ്മായിമ്മ പോര് എന്തായിട്ടുണ്ടെങ്കിൽ നീ അറിയിക്കണം എന്നൊക്കെ. ഇത് കേട്ടുപരിചയമില്ല. കുടുംബത്തിൽ എവിടെ ഇങ്ങനെ ഒരു പോര് കിട്ടിയ ഒരു സാധനം ഞാൻ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾക്ക് അമ്മായിമ്മ പോര് കിട്ടുമ്പോൾ ഇത് അമ്മായിമ്മ പോരാണെന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ ഈ കുട്ടികൾ വൈകുകയാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അസേർട്ടീവ് സ്കില്ല് പഠിപ്പിച്ചിട്ട് മയത്തിൽ കാര്യങ്ങൾ പറയാനും ആരെങ്കിലും നമ്മൾ മെക്കട്ടേക്ക് കയറാൻ വരുന്ന പോലത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞ് അതിനെ നള്ളിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള ടെക്നിക്സുകൾ അസേർട്ടീവ്നെസ് സ്കിൽസ് ട്രെയിനിങ് കൊണ്ട് നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ സ്വന്തം കുറേ വായിച്ച് നമ്മളൊരു എഫേർട്ട് എടുക്കണം. ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാര്യ എന്നുള്ള റോളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മരുമോൾ എന്നുള്ള റോളിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്നൊക്കെ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ ശരിക്കും പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹൗ ടു ബിക്കം എ വൈഫ് അല്ലെങ്കിൽ ഹൗ ടു ബിക്കം എ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്ത് പഠിച്ച് നമ്മൾ ഇതാക്കണം. അല്ലാണ്ട് വെറുതെയെങ്കിലും ഒരു കഥയില്ലാണ്ട് പോയി കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആ മാരേജ് ഒരു ഫെയിലിയർ ആയിപ്പോൾ. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞ് സ്കിൽഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കും നല്ല രീതിയിലേക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവളോട് പറഞ്ഞു നമ്മൾ അങ്ങനെ നിന്നെ വെറുതെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ചിരിച്ചിങ്ങാട്ട് ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഒറ്റ പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും നല്ലോണം കൊടുത്താൽ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആൾക്കാരൊക്കെ അവളെക്കുള്ള വെറുതെ കളിക്കാൻ നിൽക്കണം, നല്ല ഡയലോഗ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവും. പക്ഷെ അത് ഭയങ്കര എടുത്തങ്ങനെ എറിഞ്ഞു പറഞ്ഞ പോലെ അവർക്കൊരു നെഗറ്റിവിറ്റി തോന്നരുത്. തമാശക്കൂടെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളതുപോലെ തമാശ ആക്കിയിരിക്കും എന്നുള്ള രീതിയിലേക്ക് പ്രാക്ടീസ് തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വായിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അസേർട്ടീവ് ആവാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ പാളി പോവുകയാണ്, മറ്റാൾ അങ്ങനെയല്ല എടുക്കണേ തോന്നുകയാണെങ്കിൽ നിങ്ങൾ 8 സെഷൻ്റെ ഒരു മൊഡ്യൂളാണ് അസേർട്ടീവ്നെസ് സ്കിൽസ് ട്രെയിനിങ്. ഒരുപാട് ആൾക്കാർ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ അസേർട്ടീവ് ആവാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിങ്ങിന് വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കുകളിലുള്ള കാലിക്കറ്റും കണ്ണൂരും മഞ്ചേരി നമുക്ക് ക്ലിനിക്കുണ്ട്. ഈ ക്ലിനിക്കിൽ എല്ലാത്തിലും കൂടെ 10-20 സൈക്കോളജിസ്റ്റുകളുണ്ട്. എല്ലാവരും അസേർട്ടീവ്നെസ് സ്കിൽസ് ട്രെയിനിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വന്നുങ്ങാട്ട് ഈ ഒരു 8 സെഷൻ ചെയ്ത് അസേർട്ടീവ് സ്കിൽസ് ട്രെയിനിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസേർട്ടീവ് എന്നുള്ള ഒരു സ്കില്ല് പഠിച്ച് നിങ്ങൾ പോകണം. ഇതിപ്പോൾ വർക്ക് പ്ലേസിലായാലും ഇൻലോസിൻ്റെ വീട്ടിലായാലും എവിടെയായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളിത് എങ്ങനെയാണ് പഠിക്കുക വെച്ചാൽ നമ്മുടെ പാരൻസ് ചെയ്യണതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മയും ഉപ്പയും അത്രയും പാവമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്കും ഇതറിയില്ല, അവരും അസേർട്ടീവ് അല്ല, അവർ സ്കിൽഡ് അല്ല. അപ്പോൾ ഇവക്കും അത് പഠിപ്പിച്ചിട്ടില്ല, ഇവളത് കണ്ടിട്ടില്ല. അപ്പോൾ അവൾ അസേർട്ടീവ്നെസ് സ്കിൽസ് ട്രെയിനിങ് പഠിപ്പിച്ചു. പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ ഈ കോഗ്നിറ്റീവ് എറേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ മൈൻഡ് സെറ്റുകൾ അതൊക്കെ മാറ്റാൻ വേണ്ടി CBTയും ചെയ്തു. ഈ 2 തെറാപ്പിയുമാണ് ഈ കേസിൽ ഞാൻ ചെയ്തത്. ഒരു 5-6 മാസം കൊണ്ട് അടിപൊളിയായി നല്ല മാറ്റമൊക്കെ ഉണ്ടായി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നല്ല രീതിയിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവർക്ക് പറ്റി. ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് ജീവിതം പോകുന്നുണ്ടെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല രീതിയിൽ സക്സസ് ആയതിൻ്റെ ശേഷം ഞാൻ ഓൺലൈനിൽ 2-3 പ്രാവശ്യം അവിടെ എന്തൊക്കെയാണ്
മദർ ഇൻ ലോൻ്റെ വീട്ടിൽ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിലാണ് പോകുന്നതെന്നൊക്കെ കണ്ടതിന് ശേഷം ആണ് തെറാപ്പി വൈൻഡപ്പ് ചെയ്തത്. അപ്പം ഈ ഒരു കേസ് ഡയറിയിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, അസർഡിനസ് സ്കിൽ എന്തായാലും നമുക്ക് വേണം. അത് ഉണ്ടോ നോക്കി ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ മൈൻഡ് സെറ്റുകളൊക്കെ മാറ്റുക. ഞാൻ ലോങ് റിലേഷൻഷിപ്പ് എനിക്ക് പറ്റില്ല, എനിക്ക് രാത്രി ചായ കുടിച്ചാൽ ഉറക്കം വരില്ല, അതൊക്കെ ഓരോ മൈൻഡ് സെറ്റാണ്. ചില ആൾക്കാർ രാത്രി ചായ കുടിച്ച് ഉറങ്ങും, ചില ആൾക്കാർ രാത്രി ചായ കുടിച്ചാൽ ഉറക്കം കിട്ടില്ല. അങ്ങനെ ഓരോ മൈൻഡ് സെറ്റ്. അപ്പോൾ എത്രയും പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കണ്ട. ചങ്ങല പൊട്ടിക്കാൻ നിങ്ങൾക്കാണ് അതിനുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നല്ല ഹാപ്പിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫാമിലിയിൽ ഉണ്ടാക്കാൻ നോക്കുക. കപ്പിൾ ലൈഫൊക്കെ അടിപൊളിയാക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ കേസ് ഡയറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മോറൽ സ്റ്റോറീസുകൾ എടുത്ത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ പോസിറ്റീവ് കമൻറ്റ്സ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇത് എനിക്കറിയാം, എൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, ക്ലിനിക്കിലേക്കൊക്കെ വിളിച്ച് പറയും ഒരു ആഴ്ച വീഡിയോ സ്കിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഴ്ച വീഡിയോ വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്തൊരാഴ്ച പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.